ചാവുന്നതിന് മുൻപ് ഒരു മര്യാദ ഞാൻ കാണിക്കണമല്ലോ. ബാക്കി വെച്ചിട്ടുള്ള ഈ ശ്വാസം വെച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്ക്. ഗൗതമൻ എന്ന അതിബുദ്ധിമാനായ ചിത്രകാരൻ ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കട്ടെ, കുറേ ചിത്രങ്ങൾ വരയ്ക്കട്ടെ, കുറേ പേരെ അസ്വസ്ഥരാക്കാനുള്ള ശേഷി ഉണ്ടാവട്ടെ. പക്ഷെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഒരു വാക്ക് അത് തന്നെയാ നിന്റെ മരണം. മറക്കണ്ട. ഇങ്ങോട്ടിട്ട് നിനക്ക് ഇതിന്നൊന്ന് എടുത്ത് തിന്നൂടെ? ആ മര്യാദക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ വിളിച്ച് ഉണർത്തിട്ട്. അങ്ങനെ നീ ഇപ്പൊ ഉറങ്ങണ്ട കേട്ടോ. ഇനി ഉറങ്ങും. എന്തോ രാവിലെ കുത്തി കയറ്റുന്നേ? ദോശാണോ? എടുത്തി. സൂപ്പർ. അപ്പോഴേ ഋഷി, സത്യത്തിൽ ഈ ക്യാമ്പിന്റെ പ്ലാൻ എന്താ? സാമൂഹ്യ സേവനം. അത് കളാ. കബനിയായിട്ടൊന്ന് ഊര് ചുറ്റാൻ വേണ്ടി നീ 1-2 ദിവസം തയ്യാറാക്കി എടുത്തതല്ലേടാ? കറക്റ്റ്. അതും ആ പ്രിൻസിപ്പലിനെ കൂട്ടി പിടിച്ചു. അയ്യോ എടുത്തി, സത്യമായിട്ടും അല്ല. യൂത്ത് സെന്ററിന്റെ പ്രോഗ്രാം പ്രിൻസിപ്പൾ തീരുമാനിച്ചതാ. പിന്നെ പ്രിൻസിപ്പള് തീരുമാനിച്ചു, നീ അറിഞ്ഞില്ല. കബനി അറിഞ്ഞപ്പോ ഞെട്ടി. ഇതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കാം. ഈ ഏട്ടത്തിക്ക് എന്താ? എനിക്കൊന്നുമില്ല. ആ പിന്നെ വിശേഷ കാര്യമൊന്നുമില്ല. അവിടെയും കൊണ്ടുപോകുന്നുണ്ടല്ലോ ആരംഭേ. കാര്യങ്ങൾക്ക് അവള് കൃത്യമായൊരു വേല കിട്ടിക്കോളും. ഈ ക്യാമ്പ് തീരുന്നത് വരെ നീയും കബനിയും തമ്മിൽ മിണ്ടാൻ പോലും അവള് സമ്മതിക്കില്ല. എന്നാ ഞമ്മളെ കൊല്ലും. അതിലും വലിയ സാമൂഹ്യ പ്രവർത്തനം ഇല്ലല്ലോ. കറക്റ്റ് ഏട്ടാ. നമ്മുടെ സൊസൈറ്റിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് രംഭയെ തട്ടുക എന്നുള്ളത്. അയ്യോ, നമുക്ക് അങ്ങനെ ആലോചിച്ചോളൂ ഏട്ടാ. നീ ഒന്നും മിണ്ടായിരുന്നേ. ഓ അവളുടെ ഒരു എടാ, പിന്നെ എന്തായാലും പോന്നു. അപ്പൊ പിന്നെ വല്ല കാട്ടിലോ മലമുകളിലോ കാണാൻ ഭംഗിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോക്കൂടെ? അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് ഏട്ടത്തി. ഇതൊരു ടെസ്റ്റ് ഡോസ് അല്ലേ? ഇത് കഴിഞ്ഞ 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളല്ലേ പ്ലാൻ ചെയ്യുന്നേ? ഞാനുണ്ട്. വരുണേട്ടനെ എന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടി നിൽക്കുവാ. നീ പേടിക്കണ്ടേ, നമ്മൾ ഒന്നിച്ചേ പോവുള്ളൂ. അതാണ്. അതെ, ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? ഏട്ടത്തി പോരുന്നുണ്ടോ? ബെസ്റ്റ്. നിന്റെ ഏട്ടനോടെ ഇപ്പൊ പോയെങ്ങ് പറയേണ്ട കാര്യമുള്ളൂ, നിങ്ങളുടെ കൂടെ ക്യാമ്പിന് പോണോന്ന്. അപ്പ വണ്ടിയെടുത്ത് എന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കി തരും. മിണ്ടായിരിക്കടി അവിടെ. എടുത്ത് കാര്യം പറ. എന്റെ കാര്യം അല്ലടാ, നിന്റെ കാര്യം തന്നെയാ. എന്തായാലും ഈ ക്യാമ്പില് നിനക്കും കബനിക്കും സംസാരിക്കാൻ ഒരുപാട് അവസരം കിട്ടും. അവളെ നിനക്ക് ഇഷ്ടമാണെന്ന് അവളോടൊന്ന് പറയാലോ. പറയോ? ഏടത്തെ സമ്മതിച്ചു. എന്ത് കൃത്യമായിട്ടാ എന്റെ മനസ്സ് വായിച്ചെടുത്തത്. പറയടാ. ഞാൻ ദേ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തേ ഉള്ളൂ. ഏട്ടത്തെ നോക്കിക്കോ, ഈ ക്യാമ്പ് കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ പ്രണയം അവളോട് വെളിപ്പെടുത്തിയിരിക്കും. ഓ പിന്നെ പറഞ്ഞു തീരുന്നവർ അവളങ്ങ് നിന്ന് വരെയും ചെയ്യും. അവളെ കള്ളിയാ. അവൾക്ക് എല്ലാം അറിയാട്ടാ. എന്നാ അതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പെട്ടെന്നൊരു തിരക്ക് കാണിച്ച് അവിടെ നിന്ന് മുങ്ങും. ഏട്ടൻ നോക്കിക്കോ. ഇത്തവണ ഞാൻ വിടില്ല മോളെ. ചോദിക്കുക എന്നെ ചെയ്യും, അവളെ കൊണ്ട് പറയിപ്പിക്കും. എന്നാ ശരി, ഈ ക്യാമ്പ് കൊണ്ട് ഒരു അർത്ഥം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കും. അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ. അവളത് പറയുന്നത് കേൾക്കാൻ എനിക്കും കൊതിയുണ്ട് ഏട്ടത്തി. ഏട്ടാ, ഇനി സാധാരണ സംഭവിക്കാറുള്ളത് പോലെ അധ്യാപകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആങ്ങളെ ഏട്ടാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞോളയോ? കൊല്ലും നിന്നെ. എന്നെയോ? കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അടുത്തറിയാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. ഇനി അത് മാത്രം അറിയണം. അതിനൊരു ക്യാമ്പ്. താങ്ക്സ് ടു അവർ ഗ്രേറ്റ് പ്രിൻസിപ്പൽ ഫോർ ദിസ് ക്യാമ്പ്.
ഇത് കവനിക്കും ഋഷിക്കും വേണ്ടിയുള്ള ക്യാമ്പാ. യെസ്, പത്രത്തില് തലക്കെട്ടോട് കൂടി അടിച്ചു വരും. സാമൂഹ്യ സേവന പ്രവർത്തനത്തിനിടയിൽ പ്രണയ സാബല്യം, അധ്യാപകനും വിദ്യാർത്ഥിയും പിടിയിൽ. അയ്യോ ദോഷം. വലിയ കുഴപ്പമായിരുന്നു മാഡം. കുറച്ചു നേരം ഇയാളുടെ പ്രകടനമായിരുന്നു ഇവിടെ. ഇത്രയും നേരം ഇയാളുടെ വലിയ വലിയ കണക്ഷൻസ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയായിരുന്നു. ഇയാളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട മാഡത്തിനടക്കം ഇല്ലാതാക്കി കളയുമെന്നുള്ള ഭീഷണിയാ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, സാധാരണ ആളല്ല ഗൗതമനെന്ന്. അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പോലും ഗൗതമന് നിങ്ങളെ ആക്രമിക്കാൻ തോന്നുന്നു. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. പുലിയാണ് ഗൗതമൻ, പുലി. മറ്റുള്ളവരെ വേട്ടയാടാൻ അറിയുന്ന പുലി. പക്ഷേ പുലി എത്ര ശൗര്യം കൂടിയതായാലും നല്ലൊരു വേട്ടക്കാരന്റെ കെണിയിൽ അത് കുടുങ്ങും. അങ്ങനെ ഒരു കെണിയില ഗൗതമൻ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത്. പക്ഷേ തൽക്കാലം ഈ കെണിയിൽ നിന്നും ഗൗതമനെ ഞാൻ രക്ഷിക്കും. ആ കെട്ടഴിച്ചു വിടും. ഇനി പറ. കൂടെ ജീവിക്കുന്ന ആണും പരിചയമുള്ള ആണുങ്ങളും ഒക്കെ ആണും പെണ്ണും കെട്ടവന്മാരെ പോലെ പെരുമാറുന്നതുകൊണ്ട് കാണുന്നവരെ മുഴുവനും നീയാൽ ഇഷ്ടപ്പെടുത്തണ്ട. ഗൗതമനാണാടി, ഒരു വാക്കേ ഉള്ളൂ, ഒരു തന്തയുള്ളൂ. ഗൗതമ, ഞാൻ വീണ്ടും വീണ്ടും പറയുക, ഇതിൽ ഗൗതമൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് തനിക്ക് നല്ലത്. നിന്നെപ്പോലെ കാശും സൗകര്യമുള്ളവര് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റൊരുപാട് പേരുടെ വ്യക്തിത്വങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. അവരുടെ ജന്മങ്ങൾ നീയൊക്കെ വിലക്കെടുക്കുന്നുണ്ട്. നീ എന്നെ വരയ്ക്കാൻ ഏൽപ്പിച്ച ചിത്രവും അങ്ങനെ ഒന്നാ. അവൾ ആരാണെന്ന് ഞാൻ പറഞ്ഞ ആ നിമിഷം നീ അവളെ കൊല്ലും. ശരിയല്ലേ? എത്ര നന്നായിട്ട് ഗൗതമൻ എൻ്റെ മനസ്സ് വായിക്കുന്നത്. പറഞ്ഞത് സത്യമാണ്. ഗൗതമൻ അവളെക്കുറിച്ച് പറയുന്ന നിമിഷം അവൾ ചാവും. കാരണം ഇന്ന് എൻ്റെയും എൻ്റെ മകളുടെയും ജീവിതം അവളുടെ കയ്യിലാണ്. അപ്പൊ പിന്നെ അത് തട്ടിപ്പറിക്കുന്നത് തെറ്റല്ലല്ലോ ഗൗതമ. എന്താ കേട്ടോ, ആ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുന്നത് നീയല്ല. ആ കുഞ്ഞെത്തേണ്ടത് നിന്റെ മുമ്പിലേക്കുമല്ല, കൊട്ടാരമുറ്റം പാർവതി അമ്മയുടെ മുൻപിലേക്കാ അവളെത്തും. അക്കാര്യത്തിൽ സംശയിക്കുകയേ വേണ്ട. ഞാനത് പാർവതി അമ്മയെ അറിയിച്ചു കഴിഞ്ഞു. നോ. യെസ്. ഇനി ദിവസങ്ങൾക്കുള്ളിൽ പാർവതി അമ്മയുടെ കയ്യിൽ ആ രഹസ്യമെത്തും. അതോടെ നിന്റെ തെരച്ചിൽ അവസാനിക്കും. നിന്റെ ഈ ശൗര്യവും അവസാനിക്കും. കൊട്ടാരമുറ്റത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി തെരുവിലലയുന്ന നിന്നെയും നിന്റെ മോളെയും ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കാണും. ഇനി തന്നെ ഞാൻ വിടില്ല. ഇനി ഒന്നും നോക്കാനില്ല. അടിച്ച് കൊന്നേക്ക് ഇയാളെ. രാത്രിയായാൽ ഏതെങ്കിലും ചതുപ്പിൽ കൊണ്ടുപോയി കളഞ്ഞേക്ക്. മഹാനായ ആർട്ടിസ്റ്റ് ഗൗതമൻ ഇനി
മറ്റുള്ളവരുടെ ചുമരിലെ ചിത്രമായി തൂങ്ങട്ടെ. കേട്ടല്ലോ? നീ എന്താ മേനകെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചില്ലേ? എടുത്തു, ഞാനിപ്പോ തരാം. ദാ. അമ്മേ, ആ? ഒരു കാര്യം ചോദിക്കാനാ. ചോദിച്ചു. അത് അന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന ആള് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ആർട്ടിസ്റ്റ്. അന്ന് അമ്മ അയാളെ കണ്ടിരുന്നല്ലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വിമൻസ് ക്ലബിന്റെ ബിൽഡിംഗ് പെയിന്റ് ചെയ്യാൻ വേണ്ടി വന്ന ആള്. ഓ, അയാളോ? ആ. എന്താ അയാളുടെ പേര്? അത് ഗൗതമനെന്നോ അങ്ങനെ എന്തോ ആണ്. അയാള് പിന്നെ ഇവിടെ വന്നിരുന്നോ? എന്തിന്? അല്ല, എന്നെ തിരക്കി എങ്ങാനും വന്നിരുന്നോ എന്നറിയാനായിരുന്നു. ക്ലബിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അയാളെ പിരിച്ചു വിട്ടിരുന്നു. ഇനിയും അതിന്റെ പേരിലെങ്ങാനും അയാള്. ഓ, നിന്നെ കുറിച്ച് അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു തന്നോ എന്നാണോ? അതല്ലമ്മേ, അയാള് ഏത് നേരം വെള്ളമടിച്ച് എവിടെയെങ്കിലും കിടക്കുന്ന ബോധമില്ലാത്തൊരു ടൈപ്പാ. അപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും എന്നെ കാണാൻ അയാൾ ഇവിടെ വന്നിട്ടില്ല. ഇനി അഥവാ ഒരാൾ വന്നാൽ തന്നെ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മേ, ഒരു കാര്യം കൂടി. അല്ല, അയാള് പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ വിളിക്കോ മറ്റോ? അപ്പൊ നീ പറയുന്നത് പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങള്. നീ എന്താ വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ അയാളെ? ഏയ്, പേടിയോ? എന്ത് പേടി? ഞാൻ പറഞ്ഞില്ലേ, അയാള് ശല്യാവൂന്ന് തോന്നിയത് കൊണ്ട്. എന്തായാലും ശരി, എനിക്ക് നിന്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അമ്മ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അയാളിനെ വിളിക്കൊന്നുമില്ലായിരിക്കും. അയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇത് നീ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണോ അതോ എന്നോട് പറയുന്നതാണോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, പൊതുവെ ആരുടെ മുന്നിൽ നല്ല ചങ്കൂറ്റത്തോടെ നീ നിൽക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാ ഇങ്ങനൊരു പരിഭ്രമം, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ശരി ശരി, ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ഇടപെടുന്ന കാര്യങ്ങൾ എന്തായാലും അത് നീ തന്നെ പരിഹരിച്ചാൽ മതി. പാർവതി അമ്മയ്ക്ക് ഒരു ലെറ്റർ ഉണ്ട്. പാർവതി അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണെന്നറിയാം. അവരെ തേടേണ്ടത് കുട്ടിക്കാനത്തിനടുത്തുള്ള ശിവപുരം എന്ന ഗ്രാമത്തിലാണ്. ശിവപുരം? അവിടെ നിങ്ങൾക്കുള്ള ഉത്തരവുണ്ടാവും. എന്താ മേനക, ആരാ വന്നത്? അത് പോസ്റ്റ്മാൻ വന്നതാ. ആരുടെ എഴുത്ത്? അത്
വിമൻസ് ക്ലബിന്റെ വാർഷിക കണക്ക് എല്ലാവർക്കും അയക്കുന്നുണ്ടേ, അതാ അതിന്റെ കണക്കാ. എന്താ ഞെട്ടിക്കുന്ന കണക്കുകളാണോ? അല്ല, നിന്റെ മുഖം കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നുമില്ല, അമ്മയ്ക്കെന്തോ ചുമ്മാ അങ്ങനെയൊക്കെ തോന്നുന്നതാ. ശരി ശരി. നമ്മളെല്ലാം വാങ്ങിയല്ലോ അല്ലേ? ആ വാങ്ങി. ഗണേശന് കാശ് ഒരുപാട് ചെലവായല്ലേ? ആ ഇത്ര ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു. എടി, നിങ്ങൾ രണ്ടാളും ഒരു യാത്ര പോകുമ്പോ നിങ്ങളുടെ ആങ്ങളൊക്കെ ഒരു ഡ്യൂട്ടി ഇല്ലേ? നിങ്ങൾ അന്തസ്സായിട്ട് യാത്ര അയക്കാന്നുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. അല്ല, ഏട്ടന് ശമ്പളം കിട്ടാറായില്ലല്ലോ, പിന്നെ ഇത് എവിടുന്ന് ഒപ്പിച്ച്? ആ, ശമ്പളം കിട്ടാനൊന്നും ആയില്ല, പക്ഷേ കടം വാങ്ങാനുള്ള പരിചയമൊക്കെ ഈ നാട്ടിൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ നിന്റെ ഏട്ടനൊരു മികച്ച കടക്കാരനാകും. ധൈര്യമായിട്ടിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, ഉള്ളതൊക്കെ കൂട്ടി വെച്ച് അങ്ങ് പോയാ മതിയായിരുന്നു വെറുതെ. ആ, എന്നിട്ട് വേണം അവിടെ ചെന്ന് സോപ്പിന്, ചീപ്പിന്, കണ്ണാടിക്ക്, പേഴ്സിനൊക്കെ തെണ്ടാൻ. നിങ്ങൾ മാത്രമല്ല, കൂടെ അവളും ഉണ്ട്, രംഭ. ഒരു സാധനത്തിന് എന്റെ മക്കൾ കൈ നീട്ടുന്നത് കണ്ടാ മതി നിങ്ങൾ നിസ്സാരക്കാരാന്ന് പറഞ്ഞ് അവരുടെ പ്രകടനം അങ്ങ് തുടങ്ങും. അതൊന്നും ഈ ഏട്ടൻ അനുഭവിച്ചു കൊടുക്കൂല മക്കളെ. ഏട്ടൻ ധൈര്യമായിട്ട് കടം വാങ്ങിച്ചു ഏട്ടാ. ഒന്നുമില്ലെങ്കിലും 1-2 വർഷം കഴിയുമ്പോ ഞങ്ങള് ഡിഗ്രി കഴിയല്ലോ, അപ്പൊ ജോലി എടുത്തിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാം. കണ്ട നീ അവളെ കണ്ടുപിടിക്കരുത്. എടി, സ്വന്തം ഏട്ടനെ തെണ്ടിക്കാൻ അവളോട് ഒരു സന്തോഷം. കബനി, മണികണ്ഠൻ. കബനി, ഞാൻ നിങ്ങളെ തിരക്കി ഹോസ്റ്റലിലേക്ക് പോയിട്ട് വരുന്ന വഴിയാ. ഞങ്ങള് കുറച്ച് പർച്ചേസിന് പോയതാ മണികണ്ഠ. എന്താ വന്നേ? വിശേഷിച്ചൊന്നുമില്ല, ക്യാമ്പിന്റെ കാര്യങ്ങൾ അറിയാൻ തന്നെ. എന്തൊക്കെ എടുത്തു വെക്കേണ്ടത്, വേറെ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ അറിയണ്ടേ. ഞങ്ങള് ഇതൊക്കെ വാങ്ങിച്ചു, ഞങ്ങള് ഹാപ്പിയാ. എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. പല്ല് തേക്കാനുള്ളതും കുളിക്കാനുള്ളതും പിന്നെ ഇടാനുള്ള പൗഡറും സ്പ്രേയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വാങ്ങിച്ചു. മതി. ഇതെല്ലാം നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. അല്ല, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, വീട്ടിൽ ചോദിച്ചാൽ കിട്ടാനും പോകുന്നില്ല. നീ കൊള്ളാലോ. അല്ല ഗണേശേട്ടാ, നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങ് പോയാ പോരെ? നീയേ വല്ലാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. നീ പോയി നിനക്ക് വേണ്ടി എന്തായാലും സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യടാ. അല്ല ഗണേശേട്ടാ, ഇത് വഴിയിൽ വെച്ച് ഇനി ഇതിന്റെ പേരിൽ കിന്നരിക്കാനോ കരയാനോ നിൽക്കല്ലേ. എടാ, ഞാൻ ഇവരുടെ ഏട്ടനാണെങ്കിൽ നിന്റെയും കൂടി ഏട്ടനാടാ, മനസ്സിലായോ? വെച്ചോടാ കയ്യില്. പേടിക്കണ്ട മണിയണ്ട, ഏട്ടൻ മനസ്സറിഞ്ഞ് തരുന്നതല്ലേ, പിന്നെന്താ? അല്ല കമനി, നിങ്ങൾ എപ്പോഴും എനിക്ക് ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ അവസ്ഥ കൊണ്ട് എനിക്കിത് വാങ്ങാതെ നിവർത്തിയില്ല. എന്ത് സഹായം ചെയ്തുന്നാ? വല്ലപ്പോഴും ഒരിക്കല് നീ ഭക്ഷണം കൊണ്ട് വരാത്തപ്പോ അത് തരുന്നതോ, അല്ലെങ്കിൽ നീ പുസ്തകം വാങ്ങാതിരിക്കുമ്പോ ഞങ്ങളുടെ കയ്യിലുള്ളത് ഷെയർ ചെയ്യുന്നതോ? അതൊക്കെ എല്ലാ കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതല്ലേ. നീ ഒരു കാര്യം ചെയ്യും മണികണ്ഠ, നിന്റെ അമ്മ നന്നായി വറുക്കും പൊരിക്കും ഒക്കെ ചെയ്യുന്നതല്ലേ, കുറച്ച് മുറുക്കോ അച്ചപ്പോ കൊഴലപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോവാ. നിനക്കൊരു പകരം വീട്ടിലാവല്ലോ. കണ്ട, അതിനകത്ത് അവളുടെ കാര്യം അവളങ്ങ് സേഫാക്കി. മോനെ, നീ ഒന്നും കൊണ്ടുവരികയും വേണ്ട, അമ്മയോട്ട് ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. എന്നോട്ടോ? അതൊക്കെ ഞാൻ എപ്പോഴേ ഏൽപ്പിച്ചു കഴിഞ്ഞു. അമ്മ പണിയും തുടങ്ങി. അല്ല കബനി, ആ രമ്പയും കൂട്ടലും ഒഴിവാക്കായിരുന്നില്ലേ? എന്നെ എന്ത് രസമായിരുന്നേനെ. അതിന് ഇവള് ഒഴിവാക്കില്ലല്ലോ അവളെ നന്നാക്കി കൊള്ളാന്ന് ശബ്ദം എടുത്തിരിക്കുക ഇവള്. ഇപ്പൊ നീ കളിയാക്കിക്കോ, പക്ഷെ ഒരുപാട് നാള് കഴിഞ്ഞിട്ടായാലും ഒരു ദിവസം രമ്പയെല്ലാം തിരുത്തും, അതെനിക്ക് ഉറപ്പാ. അപ്പോഴേക്കേ നമ്മൾ അപ്പനും അമ്മമ്മയൊക്കെ ആയിട്ടുണ്ടാവും.
ദേ, ഇവൾ ആ പറഞ്ഞത് നേരെ കബരി. നീ നോക്ക്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു പുഴ കിഴക്കോട്ട് തിരിച്ചൊഴുകുന്ന നീ പറഞ്ഞ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ രംഭയുടെ സ്വഭാവം മാറുന്നു പറഞ്ഞ പൊന്നു മോളെ, അത് ഏട്ടൻ ഒരു വിശ്വാസം. പിന്നെ വന്നോട്ടെ, നമ്മളിപ്പോൾ തനിച്ചു പോയാലും അവൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത് തന്നെയല്ലേ കൂടെ നടന്ന് പാര വയ്ക്കുന്നത്. നമുക്കത് നേരിടാന്നേ. അത് കറക്റ്റാ. ഈ ക്യാമ്പേ അവൾക്ക് നല്ലൊരു പണിയായിരിക്കണം മണിയണ്ട. ആരതിനും മടിച്ചാലും നീ എന്റെ കൂടെ നിൽക്കണം, കേട്ടില്ല? അപ്പോ നമുക്ക് നടക്കാം. വാ. രംഭ, എന്താ മമ്മി?